കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യം വളർച്ചയുടെയും വികസനത്തിന്റെയും പുതിയ തലത്തിലേക്ക് ഉയർന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർലമെന്റിൽ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നടത്തിയ രാഷ്ട്രപതിയുടെ ആദ്യ അഭിസംബോധനയായിരുന്നു ഇത്. ഇന്ത്യൻ പാർലമെന്റ് ഭാരതീയ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും മുഖമുദ്രയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. നവഭാരതത്തിന്റെ ഉദയത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അമൃതകാലത്ത് രാജ്യത്തിന്റെ വികസനത്തിനുതകുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. അറിയപ്പെടാത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ രാജ്യം ഇക്കാലയളവിൽ സ്മരിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾക്ക് ശേഷം യുവജനതയ്ക്ക് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ സ്മരിക്കുന്നതിന് ഒരവസരമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കിയത്. മേരി മാട്ടി മേരി ദേശ് ദൌത്യത്തിലൂടെ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നുമുള്ള മണ്ണുകൾ നിറച്ച അമൃത കലശം രാജ്യ തലസ്ഥാനത്തെത്തിച്ചു. 2 ലക്ഷത്തിലധികം ശിലാഫലകങ്ങൾ സ്ഥാപിച്ചു. 3 കോടിയിലധികം പേർ പഞ്ചപ്രാൺ പ്രതിജ്ഞയെടുത്തു. 70,000-ഓളം അമൃത സരോവരങ്ങൾ നിർമ്മിച്ചു. കഴിഞ്ഞ വർഷം ഐതിഹാസികമായ നിരവധി നേട്ടങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചതായും രാഷ്ട്രപതി പറഞ്ഞു. 70,000 से ज्यादा अमृत सरोवर बने, 2 लाख से ज्यादा अमृत वाटिकाओं का निर्माण हुआ, 2 करोड़ से ज्यादा पेड़ पौधे लगाया गया, 16 करोड़ से ज्यादा लोगों ने तिरंगा के साथ सेल्फी अपलोड की. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി എത്തിയ രാജ്യമായി ഇന്ത്യ മാറി. ദശകങ്ങളായി രാജ്യത്തെ ജനങ്ങൾ കാത്തിരുന്ന നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതായി രാഷ്ട്രപതി പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായി. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് പലരിലും ആശങ്കയുളവാക്കിയെങ്കിലും ഇന്നത് ചരിത്രപരമായ നടപടിയായി മാറിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മുത്തലാഖിനെതിരെ ശക്തമായ നിയമ നടപടി കൊണ്ടുവന്നു. രാജ്യത്ത് 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കി. രാജ്യത്തെ സൈനിക തലത്തിൽ സംയുക്ത സൈനിക മേധാവി പദവി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതും കഴിഞ്ഞ 10 വർഷത്തിനിടെ നടപ്പാക്കിയ സുപ്രധാന തീരുമാനങ്ങളിലൊന്നായിരുന്നുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.